ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 80ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതി ഇവ മൂന്നിനുമെങ്ങുമില്ല ഇതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതീവ മൂന്നിനുമെങ്ങുമില്ല ഇതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. നമുക്കിതിൻ്റെ സാരം ഒന്നറിയാം. സ്ഥിതിയും ഗതിയും. സ്ഥിതി എന്ന് പറഞ്ഞാൽ നിശ്ചലത, ഗതി എന്ന് പറഞ്ഞാൽ ചലനം. നിശ്ചലതയും ചലനവും വിരുദ്ധമാണ്. ചലിക്കുന്നതിന്, അതായത് മാറുന്നതിന് സ്ഥിരത എങ്ങനെ നേടാൻ? സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് വർത്തിക്കുകയില്ല. ഈ അവസ്ഥകൾക്ക് സ്വതന്ത്രമായ അസ്തിത്വമില്ല. ഈ വിധം വിചിന്തനം ചെയ്താൽ ഭൂമി എന്നൊക്കെ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പൊരുളില്ലാ വാക്കുകളാണെന്ന് മനസ്സിലാക്കാം. ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. സ്ഥിതി ഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും. ഈ പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഗുരു. അതിന് പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് ഗുരുവിന് വ്യക്തമായി അറിയാം. ഗുരുവിൻ്റെ ഈ അറിവ് നമ്മെ ഗുരു ബോധ്യപ്പെടുത്തുന്നു. താപസർ തപസ് ചെയ്ത് സത്യം ബോധ്യപ്പെട്ടാൽ അവർ ആത്മീയതയിൽ ലയിച്ച് ജീവിക്കുന്നു. എന്നാൽ ഗുരു ആത്മീയാനുഭൂതിയിൽ നിന്ന് ലഭിച്ച ഈ അറിവ് സമൂഹത്തിലെ സാധാരണക്കാരെ ഉദ്ധരിക്കണമെന്ന വിചാരം കൊണ്ട് ഈ അറിവ് നമ്മെ സഹായിക്കാനും നമുക്ക് ലക്ഷ്യബോധമുണ്ടാക്കാനുമാണ് നമ്മിൽ പങ്കുവെക്കുന്നത്. ഈ പ്രാപഞ്ചികമായ അനുഭൂതിയിൽ നാം ഭ്രമിച്ച് സുഖം തരുന്ന ഈ ജീവിതം ദുഃഖമയമാകുന്നത് എന്തുകൊണ്ട്? ഇല്ലാതെ മായയിടുന്ന ഉല്ലാസത്തിൽപ്പെട്ട് നാം ഈ പ്രാപഞ്ചിക സുഖത്തിൽ ആമഗ്നരാകുമ്പോൾ പ്രപഞ്ചത്തിനാധാരമുള്ള ഒരു സത്യമുണ്ടെന്നറിയണമെന്നു ഗുരു ബോധ്യപ്പെടുത്തുന്നു. പഞ്ചഭൂതങ്ങളുടെ രഹസ്യം എന്തെന്നും പ്രപഞ്ചം മരുഭൂമിയിലെ കാനൽ ജലം പോലെ തോന്നൽ മാത്രമാണെന്നും ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണമതിലില്ല, ഇതിരിപ്പതെപ്രകാരം ഹനനവും ഇങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിത് ചിത് പ്രഭാവമെല്ലാം എന്ന് നമുക്ക് ഗുരു 79ാമത് ശ്ലോകത്തിൽ പഠിപ്പിച്ചു തന്നു. ഗുരു പറയുന്നു, ഇപ്പോൾ സ്ഥിതിഗതി സ്ഥായിയായ അവസ്ഥ, ഗതി ചലനാത്മകമായ അവസ്ഥ വൈരുദ്ധ്യങ്ങളാണ്. അതായത് ഇരുത്തവും ഓട്ടവും ഒന്നിച്ചു നടക്കുകയില്ലല്ലോ. ഇതുപോലെ വൈരുദ്ധ്യങ്ങളാണ് സ്ഥിതിഗതികൾ. ഇനി സൃഷ്ടിസ്ഥിതി ലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും. സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാം, പ്രപഞ്ചത്തിലെ സർവവും. അപ്പോൾ സ്ഥിതി എന്ന അവസ്ഥയില്ല. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനനവും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം ഒരു ലയമില്ല. ഇത് ഈ പ്രപഞ്ചത്തിൽ അനുനിമിഷം സംഭവിക്കുന്നതാണ്. നാം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം നാശപൂർത്തീകരണത്തെ മരണമെന്ന് നാം പറയുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം തുടർ പ്രക്രിയയാണെന്ന് പറയാം. ഗുരു പറയുന്നു, സ്ഥായിയായ ഒന്നുമില്ല. ഞാനും നിങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ പ്രപഞ്ചത്തിലെ നിത്യതയെയും അനിത്യതയെയും വീക്ഷിക്കുക. അപ്പോൾ മനസ്സിലാക്കാം ഒന്നിനും നിത്യതയില്ല എന്ന്.
എല്ലാം മാറ്റത്തിന് വിധേയമാകുന്നതാണ്. ഒന്നിനും സ്ഥായി ഭാവമില്ല. നിന്നിടും ദൃക്ക് പോലുള്ള നിൽക്കുന്നത് ദൃക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാകുകയാണ്. അപ്പോൾ നാം ആലോചിച്ചു പോയാൽ മാറ്റത്തിന് വിധേയമാകാത്തത്, അനശ്വരമായത്, ശാശ്വതമായത് ഒന്നുണ്ട് നേര്. ഒരു സത്യമുണ്ട്. ഈ കാണുന്നതെല്ലാം നേരെല്ലാം ഇതൊന്നും ഈ കാണുന്നതൊന്നും വാസ്തവമല്ല എന്ന സത്യം നാം തിരിച്ചറിയണം. പ്രപഞ്ചം ഉള്ളതായി നമുക്ക് തോന്നുന്നുവെങ്കിലും ഇത് സത്യമായിട്ടുള്ളതല്ല. അപ്പോൾ സത്യം എന്താണെന്ന് നാം അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യജന്മം. പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയും ചലനാത്മകതയും നമുക്ക് ബോധ്യമാകണം. പ്രപഞ്ചം വാസ്തവമല്ല. ഇനി വാസ്തവം എന്തെന്ന് മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തണം. ഗതി ഇവ മൂന്നിനും എങ്ങുമില്ലിതോർത്താൽ, ഗതി ഇവ മൂന്നിനും എങ്ങുമില്ലിതോർത്താൽ, അതായത് സൃഷ്ടിസ്ഥിതി ലയം എന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇതോർത്താൽ ഭൂമി ക്ഷിതി മുതലായവ, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി, ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. ഗീരു പറഞ്ഞാൽ വാക്ക്. അപ്പം ഭൂമി മുതലായവ ഗീരു, ഇതൊക്കെ ഒരു വാക്കുകൾ മാത്രം. നമ്മുടെ അറിവിൽ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും സൃഷ്ടിസ്ഥിതി ലയമുണ്ട്. നമുക്കിത് കാണാൻ പറ്റും. എന്നാൽ ഗുരു പറയുന്നു, ആലോചിച്ചു നോക്കിയാൽ ഇവ വൈരുദ്ധ്യങ്ങളാണ്, അവയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഭൂമി മുതലായവ എന്താണ്? ഒരു ഗീരു മാത്രമാണ്, ഒരു വാക്ക് മാത്രമാണ്. പ്രപഞ്ചം വെറുമൊരു വാക്കാണ് എന്ന് ഗുരു പറയുന്നു. നാം അറിഞ്ഞും അനുഭവിച്ചും ഇരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവം നാം അനുഭവിക്കുന്നത് പോലെയല്ല. ഇതൊരു തോന്നലാണ്, ഇത് വാസ്തവമല്ല എന്ന് ഗുരു നമ്മെ ബോധിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് അനുഭവം ഭൂമി സ്ഥായി ആയതുകൊണ്ട് നമ്മൾ അതിൽ വീട് വെച്ച് ഇവിടെ താമസിക്കുന്നു. എന്നാൽ ഭൂമി സ്വയം കറങ്ങുന്നുവെന്നും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് നാം സയൻസിൽ പഠിച്ചു. എന്നാൽ നമുക്കത് മനസ്സിലാവുന്നില്ല. ചലിക്കുന്ന വസ്തുവിലാണ് നാം ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല, നമുക്കത് അറിയുന്നില്ല. രണ്ടു തരം കറക്കത്തിന് വിധേയമായ ഒരു ഗ്രഹത്തിൻ്റെ മേലെയാണ് നാം കെട്ടിടം കെട്ടുന്നത്. നമുക്കെന്തെങ്കിലും ശാസ്ത്രബോധമുണ്ടെങ്കിൽ നാം അത് ചെയ്യുമോ? ഭാരമുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ കറക്കം മനസ്സിലാവുന്നില്ല. ഇത് വ്യക്തമല്ലേ? ഭൗതികമായ വിഷയവും നമുക്ക് അനുഭവമില്ല. നമുക്കറിഞ്ഞാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് തന്നെ എന്ത് വിഡ്ഢിത്തരം. ഭൂമിയുടെ കറക്കം നാം അറിയുന്നില്ല. നമ്മൾ പറയുന്നു ഭൂമി കറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. കാരണം ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഭൂമി കറങ്ങുന്നു എന്ന്. ഭൂമിക്ക് നിശ്ചലാവസ്ഥയില്ല. ഭൂമിയുടെ ചലനം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ച് ഭൂമി ചലിക്കാതിരിക്കുന്നില്ല. എന്നതുപോലെ ആത്മീയതയിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ സാധിപ്പിക്കുന്നില്ല. അതുപോലെ പലതും ഗോപ്യമാണ്. ഭൂമി മുതലായവ വെറും വാക്കാണ്. ഭൂമിയുടെ കറക്കം നമുക്ക് തോന്നുന്നില്ല. അതുപോലുള്ള ഒരു തോന്നലാണ് സൃഷ്ടിസ്ഥിതി ലയമുണ്ടെന്ന തോന്നൽ. പ്രപഞ്ചത്തിന്റെ അസ്ഥിരത ബോധ്യപ്പെടുത്തുന്നു ഗുരു. ആരായുകിൽ ഈ ഉലകമില്ല, ഇത് അവിദ്യയാണ് എന്നൊക്കെ. ഈ ഉലകമില്ല, ഇത് അവിദ്യയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് നാം അറിയുന്നേയില്ല. എന്നാൽ ഭൂമി കറങ്ങുന്നുണ്ട്. ഇത് ശാസ്ത്ര സത്യമാണ്. ഭൂമിയുടെ രണ്ട് കറക്കവും നമുക്കറിയുന്നില്ല. നാം ഭൂമിയുടെ കറക്കം അറിയാതിരിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചം അവാസ്തവികതമാണ്, അവാസ്തവമാണ്. ശാസ്ത്രം പറഞ്ഞു ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു, ദിനരാത്രങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് പിടികിട്ടി ഭൂമി കറങ്ങുന്നുണ്ടെന്ന്. പക്ഷെ അനുഭവത്തിൽ ആ കറക്കമില്ല.
നമ്മുടെ അനുഭവത്തിൽ ഭൂമി സ്ഥായിയാണ്. ഇതുപോലെയാണ് പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത. പ്രപഞ്ചം സ്ഥായിയായി നമുക്ക് തോന്നുന്നു, എന്നാൽ പ്രപഞ്ചമില്ല എന്നുള്ളതാണ്. തത്വമോരാതവർക്ക് ഇത് ഉലകായി വിലസും ഭ്രമത്താൽ. തത്വമോരാതവർക്ക് ഇത് ഉലകായി, ഉലകെന്ന് പറഞ്ഞ് പ്രപഞ്ചമായി വിലസും ഭ്രമത്താൽ. ഏതുപോലെ ആരാൽ വിളക്കെരിയിലില്ല പിശാച്. വിളക്ക് കത്തിക്കുമ്പോൾ ചെകുത്താൻ വരുന്നില്ല, രാത്രിയിൽ മാത്രമാണ് പിശാച്. അന്ധകാരം ഭയന്നവന് ഇരുട്ട് പിശാച് പോലെ. ഭയം ഇരുട്ടിനെയാണ്. ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ്, തെറ്റിദ്ധാരണകളാണ്. ഇല്ലാത്തതായ പ്രപഞ്ചം ഉള്ളതായി തോന്നിക്കുന്നത് ഇല്ലാത്തതായ മായയിടുന്ന ഉല്ലാസങ്ങളാണ്. പ്രപഞ്ചം ഇത്തരത്തിൽ ഉല്ലാസങ്ങളാണ് പ്രപഞ്ചം. ഇത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മയെ, അവാസ്തവികതയെ തിരിച്ചറിയാൻ മനുഷ്യർക്ക് കഴിയണം. അതിനാണ് ഗുരു നമുക്ക് ഒരു അവബോധം തരുന്നത്. ഗുരുവിൻ്റെ ഈ ആശയം ഉൾക്കൊള്ളുക. പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് മനുഷ്യർ. മനുഷ്യ ജന്മത്തിൻ്റെ സാർത്ഥകതയും അതാണ്. പൂർണ്ണയിലെത്താനുള്ള വഴി ജ്ഞാനകർമ്മത്തിൻ്റെ സമന്വയത്തിൽ എത്തിച്ച് സത്യാന്വേഷകനായ മനുഷ്യനായി നമുക്ക് തീരാം. അതിന് ഗുരുകൃപയുണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.